ഹലോ ഡിയേഴ്സ്, അഞ്ജു മിസ് ആണ്. സോ 8th ബേസിക് സയൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ മക്കൾ പരിചയപ്പെട്ട ആ ഒരു ബേസിക് സയൻസ് ആവില്ല 8ാം ക്ലാസ്സിൽ. പഠിക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്, കുറച്ചും കൂടി ലെവൽ കൂടുതലാണ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസിക് സയൻസിന് 2 പാർട്സ് ആയിരിക്കും നിങ്ങൾക്കുള്ളത് അല്ലെ. അത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയാണ്. അടിസ്ഥാന ശാസ്ത്രത്തിന് ഭാഗം 1, ഭാഗം 2 എന്നിങ്ങനെ 2 പോർഷൻസ് ആയിരിക്കും ഉള്ളത്. ഇനി വ്യത്യാസം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്തവണ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഊർജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം. അപ്പൊ 3നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. 3ഉം നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. പക്ഷെ ഒന്നിച്ച് ബേസിക് സയൻസ് എന്നൊരു പേരായിരിക്കും സബ്ജക്റ്റിനുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കാണുന്ന പാർട്ട് 1ലും പാർട്ട് 2ലും മക്കൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിക്കാനുണ്ടായിരിക്കും. അതിൽ അഞ്ജു മിസ് ഏതാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാനാണ് അഞ്ജു മിസ് വരുന്നത്. ഓക്കെ, അപ്പൊ റെഡിയാണോ? സെറ്റാണോ? ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ലേ? ഈ ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ട് മുന്നേറാൻ പോവാണ്. ആൻഡ് ഇനി എന്താണ് കെമിസ്ട്രി, എന്തൊക്കെയാണ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വർഷം നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകുന്നത് മെറ്റൽസ്, ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്വർണത്തിന്റെ മാല, അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ആയുധങ്ങൾ. ഈ ഇരുമ്പും സ്വർണവും ഒക്കെ മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. അവരാരൊക്കെയാണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് മിസ് നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫിൽ കെമിസ്ട്രിക്ക്, രസതന്ത്രത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന്റെ ഈ കളറ്, ഇതൊക്കെ കെമിസ്ട്രിയിൽ വരുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതായത് മെഡിസിൻസ്, നമ്മുടെ മരുന്നുകൾ, ഇതൊക്കെ കെമിസ്ട്രിയുടെ ഭാഗമാണ്. കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ ഭക്ഷണ വസ്തുക്കളിൽ, ഫുഡ് പ്രൊഡക്ട്സിൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അതിന് കളർ കിട്ടാൻ, അതിന് രുചി, മണം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ ഏതൊക്കെയാണ്, കെമിക്കൽസ് എന്താണ്, ഇതൊക്കെ കാണാൻ പോവാണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ കണ്ടന്റ് ഇതൊക്കെയാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓരോ പാർട്സിലും വരുന്നത് നോക്കാം. ആദ്യത്തെ പാർട്ട് 1ൽ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സ് ആണ്, 11 പാഠഭാഗങ്ങളാണുള്ളത്. മക്കളെ ഇതിൽ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഈ 3 ചാപ്റ്റേഴ്സും ബയോളജിയിൽ വരുന്നതാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്താണ്? ബയോളജി, ജീവശാസ്ത്രത്തിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ മക്കള് ആദ്യം പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ 2ാം പാഠമല്ല പഠിക്കുക, അതിനോടൊപ്പം തന്നെ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ 1ാമത്തെ ചാപ്റ്റർ ആയ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം, ഇതാണ് നമ്മുടെ കെമിസ്ട്രി രസതന്ത്രത്തിന്റെ 1ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററും ബയോളജിയുടെ 1ാമത്തെ ചാപ്റ്ററിന്റെ കൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ ചാപ്റ്ററിന്റെ നമ്പർ 4 ആണെന്ന് കരുതി അത് 4ാമത്തെ പാഠഭാഗമാണെന്ന് കരുതണ്ട. കെമിസ്ട്രിയുടെ 1ാമത്തെ പാഠഭാഗമാണത്. ഇത് കൂടാതെ ബേസിക് കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ, മെറ്റൽസ്, ലോഹങ്ങൾ, ഈ 4 ചാപ്റ്റേഴ്സും 1ാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് അതിനുശേഷം വരുന്ന 8th, 9th, 10th and 11th ചാപ്റ്റേഴ്സ്, ഈ 4 പാഠഭാഗങ്ങളും ഫിസിക്സ് ആണ് കേട്ടോ. ഈ 4 പാഠഭാഗങ്ങളും ഊർജതന്ത്രത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 1ാമത്തെ ചാപ്റ്റർ കിട്ടിയല്ലോ. ഈ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ നമ്പർ 4 ആണെങ്കിലും അത് കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. അതേപോലെ 8ാമത്തെ ചാപ്റ്റർ ആണ് ഫിസിക്സ്, ഊർജതന്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സും ആയിരിക്കും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഫിസിക്സും ബയോളജിയും ഒക്കെ വഴിയെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്നും ടെൻഷൻ അടിക്കേണ്ട, 3ആയിട്ട് പഠിക്കുന്നു എന്നൊന്നും കരുതി വറീഡ് ആവുകയേ ചെയ്യണ്ട. ഇനി 9th ചെല്ലുമ്പോൾ ഈ ബേസിക് സയൻസേ അങ്ങ് മാറും. കെമിസ്ട്രിക്ക് ഒരു 2 ടെക്സ്റ്റ് ബുക്ക് കിട്ടും, ഫിസിക്സിന് ഒരു 2 ടെക്സ്റ്റ് ബുക്ക് കിട്ടും, ബയോളജിക്ക് ഒരു 2 ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. യെസ്. അപ്പൊ ഫിസിക്സ്, അതേപോലെ സെക്കൻഡ് പാർട്ടിൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് മിസ് പറഞ്ഞു തരാം. ഈ 15, 16, 17 ഓക്കെ, ലായനികൾ, ജലം,
ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുള്ളത്. സി എന്ന് മിസ് ഇടുവാണ്. രസതന്ത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ആദ്യത്തെ പാർട്ടിലെ 4 ചാപ്റ്റേഴ്സും രണ്ടാമത്തെ പാർട്ടിലെ 3 ചാപ്റ്റേഴ്സും കൂട്ടി 4 + 3 7 ചാപ്റ്റർ, 7 പാഠഭാഗങ്ങളാണ് ഈ വർഷം 8ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഇനി ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റർ, ദ്രവ്യത്തെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പറയുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ചുറ്റുമുള്ളതെല്ലാം, നമ്മൾ ഉൾപ്പെടെ എല്ലാം മാറ്റർ ആണ്, ദ്രവ്യമാണ്. ഇത് അഞ്ജു മിസ് മാറ്റർ ആണ്, മക്കളൊക്കെ മാറ്റർ ആണ്. ഈ പെൻസിൽ മാറ്റർ ആണ്, നമ്മുടെ ചുറ്റുമുള്ള എയർ മാറ്റർ ആണ്. അപ്പൊ മാറ്റർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ദ്രവ്യം എന്ന് വെച്ചാൽ ഇരിക്കാൻ ഒരു സ്ഥലം വേണം, ആൻഡ് അതിനൊരു മാസ് വേണം. മാസ് എന്ന് വെച്ചാൽ എന്താ? ഈ പെൻസിൽ ചിലപ്പം 5 ഗ്രാം ആയിരിക്കും, തൂക്കി നോക്കിയാൽ ഈ 5 ഗ്രാം ആണ് ഈ പെൻസിലിന്റെ മാസ്. മനസ്സിലായോ? അതേപോലെ ഏതൊരു സാധനവും ആയിക്കോട്ടെ, 2 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് ഇരിക്കാൻ സ്ഥലം വേണം, പിന്നെ അതിനൊരു മാസ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റർ എന്ന് വിളിക്കാം. മക്കളുടെ ചുറ്റുമുള്ള പെൻ, പെൻസിൽ, കല്ല്, വായു, എയർ, ഇതൊക്കെ മാറ്റർ ആണ്, ദ്രവ്യമാണ്. ഇവർക്കൊക്കെ ഇരിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്, ഇവർക്കൊക്കെ മാസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം മാറ്റർ, ദ്രവ്യത്തെ കുറിച്ചുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 2 ചാപ്റ്റേഴ്സിനും ശേഷം മക്കൾക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ എന്നൊരു ചാപ്റ്റർ ആണ് കേട്ടോ. രാസമാറ്റങ്ങൾ. അപ്പോൾ രാസമാറ്റങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് കാര്യമാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണെന്ന് പഠിക്കും. രാസമാറ്റവും ഭൗതിക മാറ്റവും എന്താണെന്ന് പഠിക്കും. ഓക്കെ, രാസമാറ്റവും ഭൗതിക മാറ്റവും ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയേ ഉള്ളൂ. സ്ഥിരമായ മാറ്റങ്ങളാണ് രാസമാറ്റങ്ങൾ. സ്ഥിരമല്ലാത്തത്, അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ വഴിയെ പഠിക്കും കേട്ടോ. ഇപ്പൊ തൽക്കാലം മിസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ ഈ ഒരു പേപ്പർ ഉണ്ട്. ഈ പേപ്പർ ഞാൻ 2ആയിട്ട് ഇങ്ങനെ മുറിക്കുകയാണ്, കീറുകയാണ്. ഇപ്പൊ എൻ്റെ ഈ കയ്യിലും ഒരു പേപ്പറുണ്ട്, ഈ കയ്യിലും ഒരു പേപ്പറുണ്ട്. രണ്ടിനും ഒരേ സ്വഭാവമല്ല. ഇതും പേപ്പറാണ്, ഇതും പേപ്പറാണ്. ഇവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലേ. സോ ഇങ്ങനെയുള്ള ചേഞ്ചുകളെ നമുക്ക് ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം എന്ന് പറയാം. അതേസമയം മിസ് ഈ പേപ്പർ കത്തിക്കാന്ന് മക്കൾ കരുതിക്കോ. കത്തിച്ചാൽ എന്താ കിട്ടുക? ആഷ് കിട്ടും, ചാരം കിട്ടും. ആ ചാരത്തെ തിരിച്ച് ഈ പേപ്പറാക്കി മാറ്റാൻ മിസ്സിന് പറ്റുമോ? ഇല്ല. സ്ഥിരമായിട്ടൊരു മാറ്റമാണ്, അത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതാണ് കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം. കാര്യം പിടികിട്ടിയോ? ഈ പേപ്പറിനെ കീറിയാൽ ഒരു മാറ്റവും ഇല്ല, ഇതും പേപ്പറാണ്, ഇതും പേപ്പറാണ്. സോ ഇത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഈ പേപ്പർ കത്തിച്ചാൽ അവിടെ കിട്ടുന്നത് കെമിക്കൽ ചേഞ്ച്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കാണും. അടുത്ത ചാപ്റ്റർ മെറ്റൽസ് ആണ്, ലോഹങ്ങളെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ മിസ്സായിരിക്കും നിങ്ങൾക്ക് വേണ്ടി എടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ മെറ്റൽസിന് വേണ്ടി എന്റെ മക്കൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. മെറ്റൽസ്, ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സ്വർണം, നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ്, അതേപോലെ ഒരുപാട് മെറ്റൽസ്, ലോഹങ്ങൾ, അവയുടെ പ്രത്യേകതയുമാണ് നിങ്ങൾ പഠിക്കുക. ആൻഡ് അതിനുശേഷം വരുന്ന ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്, ലായനികളാണ്. ഈ ചാപ്റ്ററും സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മുടെ ചുറ്റുമുള്ള കുറേ എക്സാമ്പിൾസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ സോൾട്ട് സൊല്യൂഷൻ, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, അതേപോലെ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. ഇങ്ങനെ എന്താണ് ഒരു ലായനി, അതിന്റെ പ്രത്യേകത എന്താണ്, അവിടെ കുറേ അധികം കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം വരുന്ന ചാപ്റ്റർ വാട്ടർ, ജലത്തിന്റെ ചാപ്റ്റർ ആണ്. ജലം മക്കൾ വിചാരിക്കുന്ന ആളേ അല്ല, ജലത്തിന് ഒരുപാട് സവിശേഷതയുണ്ട്. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഇപ്പൊ നമ്മൾ കുറെ വാട്ടറിന്റെ സർഫസിൽ കൂടി ചില പ്രാണികളൊക്കെ നടന്നു പോകുന്ന കണ്ടിട്ടില്ലേ? കുഞ്ഞി പ്രാണികള്. അല്ലെങ്കിൽ ഒരു ബ്ലേഡ് നിങ്ങൾ സൂക്ഷിച്ച് ആ ജലത്തിന്റെ, വാട്ടറിന്റെ സർഫസിൽ വെച്ച് നോക്കുക, ബ്ലേഡ് മുങ്ങി പോവാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ, പ്രതല ബലം എന്നൊരു പ്രോപ്പർട്ടിയാണ്. അതെന്താണെന്ന് വാട്ടർ എന്നുള്ള ചാപ്റ്റർ എത്തുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും. ഇതേപോലെ ജലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. ആൻഡ് അതിനുശേഷം വരുന്ന അവസാനത്തെ ചാപ്റ്റർ ആണ് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. എഗെയിൻ ഈ ചാപ്റ്റർ 5 മിസ് തന്നെയാണ് നിങ്ങൾക്ക് എടുത്തിരുന്നത് കേട്ടോ. അപ്പൊ ഈ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്താ പഠിക്കുക? ഒന്നുമില്ല. ഈ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ വെച്ചിട്ടാണല്ലേ. ചിലപ്പോൾ അത് കോട്ടൺ ആകാം, വൂളാകാം, എന്തുമാകാം. ആ നാരുകളെ കുറിച്ച് പഠിക്കുന്നത്. അതേപോലെ പ്ലാസ്റ്റിക്സ്, നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ കുറെ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. ഇതിനെയൊക്കെ കുറിച്ചാണ് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സിൽ പഠിക്കുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഇതേപോലത്തെ ഫൈബേഴ്സിനെ കുറിച്ചിട്ടും അതേപോലത്തെ
പ്ലാസ്റ്റിക്കുകളെ കുറിച്ചിട്ടും മാത്രമാണ് ആ ചാപ്റ്ററിൽ പഠിക്കുക. പിന്നെ കുറച്ച് പൊല്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കും. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ കെമിസ്ട്രി സെറ്റാണ്. വെറും 7 ചാപ്റ്റേഴ്സ്, 7 പാഠഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ മുൻപിൽ 1 വർഷമുണ്ട്. നിങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ട്, Xylem ഉണ്ട്. സോ മക്കൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. ഈ വർഷം നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കും. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 8ാം ക്ലാസ് ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. A+ൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും നമ്മുടെ മുന്നിലില്ല. ഈ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ഇപ്പോഴേ ഓടി തുടങ്ങണം. ആമയും മുയിലും ഓടിയ പോലാണ് ഓടേണ്ടത്. ആമ ഓടിയ പോലെ ഓടണം കേട്ടോ. പതുക്കെ ആണെങ്കിൽ കൂടി സ്റ്റഡി ആയിട്ട് എത്തുക, സ്റ്റഡി ആയിട്ട് ഓടുക, അവസാനം വിജയത്തിലെത്തുക. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ കിടക്കരുത് മുയലിനെ പോലെ. ആമ ഓടിയതുപോലെ കുറച്ച് പതുക്കെ ആണെങ്കിലും സാരമില്ല, എൻ്റെ മക്കൾ വിജയത്തിലേക്ക് എത്തുക. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. യെസ്, അപ്പൊ അഞ്ജു മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടില്ലേ, കമന്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എൻ്റെ കുഞ്ഞുങ്ങളെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത്, 8ാം ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ വീഡിയോസുമായിട്ട് നമ്മൾ തിരിച്ചു വരും. ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.